Ladies and gentlemen, എല്ലാവർക്കും മിസ്റ്റർ നന്ദു ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പൊതുവെ ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് എന്താണ്. സോ നമ്മളൊരു മൊബൈൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് മൊബൈൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ, വിച്ച് മൊബൈൽ ഈസ് ബെസ്റ്റ്. സോ റിയൽമി അതേപോലെ തന്നെ OnePlus, IQOO, ലാവ. സോ ഈ ഒരു 4 മൊബൈലിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയൊരു ലെങ്തി വീഡിയോ ആണ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്ക് ബട്ടൺ അമർത്തിയാൽ മാത്രമേ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഫ്രണ്ട്സ്, ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൽ ചൂസ് ചെയ്യേണ്ടത് റിയൽമിയാണ്. റിയൽമിൻ്റെ ഒട്ടുമിക്ക നിങ്ങൾക്കറിയായിരിക്കും ഒരു മൊബൈൽ ബ്രാൻഡുകളും ഓരോരോ മാസവും ഒരു മൊബൈൽ ഇറക്കൂല. ഒരു മാസം ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മൊബൈൽ ഒരു 1.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അപ്പം തന്നെ അടുത്തൊരു സെറ്റ് ഇറക്കുന്നത്. റിയൽമിയുടെ കേസ് നോക്കുകയാണെങ്കിൽ റിയൽമി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒരുപാട് മൊബൈൽസുകൾ ഇറക്കി കൂട്ടുന്നുണ്ട്. റിയൽമി C55, റിയൽമി N53, അതേപോലെ തന്നെ റിയൽമി ഒരുപാട് മൊബൈൽ ഡിസൈൻ മാറ്റികൾ ഇറക്കുന്നുണ്ട്. പക്ഷേ ഇതിനുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, ഈ ഒരു സമയത്ത് മൊബൈൽ ഇൻഡസ്ട്രിയിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു സംഭവമുണ്ട്. അതായത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ബ്രാൻഡായിട്ട് വരുന്നത് ഓപ്പോ ആണ്. ഓപ്പോൻ്റെ ഒരു രക്ഷയില്ല ഓപ്പോ എന്ന് പറഞ്ഞ മൊബൈൽ. പക്ഷേ നമ്മളെ ലിസ്റ്റിൽ ഓപ്പോ ഇല്ലാത്തതോളം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. സോ അപ്പോൾ ഈ ഒരു റിയൽമിയുടെ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ അത്യാവശ്യ ഘട്ടത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ മൊബൈലാണ്. റിയൽമിയുടെ 10,000 രൂപ വരുന്നതെന്ന് എടുക്കാത്തിയായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതിൻ്റെ കൂടെ ഒരു 16,000 രൂപ കൂട്ടിയിട്ട് നിങ്ങൾക്ക് റിയൽമി 11 Pro പ്ലസോ 11 Proയോ എടുക്കുന്നതായിരിക്കും നല്ലത്. 26,000 രൂപയുണ്ട്. സോ അത്രയും ഉണ്ട്, എന്നാലും നിങ്ങൾക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ സോ ഈ ഒരു കേസിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നീഷ്യന്മാർ, അതായത് മൊബൈൽ ടെക്നീഷ്യന്മാർ അധികം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽമിയുടെ വില കുറഞ്ഞ മൊബൈലിലെല്ലാം ഈ നന്നാക്കുന്നിടത്ത് കൊണ്ടുപോയി അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറയല, എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ്. സോ ഒരുപാട് മിസ്റ്റേക്സ് സംഭവങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം അവരെ മദർ ബോർഡ് കാര്യങ്ങളിലൊന്നും ഒരു രസം ഇതുപോലും ഇല്ല പോലെ എങ്ങനെയൊക്കെയോ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മളൊരു 26,000 47,000 രൂപയുടെ റിയൽമിയുടെ ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ ഓക്കെ, അത്യാവശ്യത്തിന് അവർ കൊടുത്തിരിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അടുത്ത നമ്മളെ ലിസ്റ്റിൽ വരുന്നതാണ് നമ്മുടെ റിയൽമി വന്നു. ഇനി ലാവേൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ ലാവയുടെ ഇപ്പോൾ ഇന്ത്യയിൽ മെയ്ഡ് ചെയ്ത എല്ലാ മൊബൈലിനെയും കാട്ടിയും എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ലാവ ഇഷ്ടപ്പെടുന്നതിലും ഓക്കെയാണ്, അതേപോലെ തന്നെ എല്ലാമാണ്. പക്ഷേ ഇന്ത്യയിൽ അവർ ഒരിക്കലും ചൂസ് ചെയ്തിട്ടില്ല. സോ ഞാൻ അധികം അന്വേഷിച്ച് പറഞ്ഞത് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ്. ലാവ കൊടുത്തിരിക്കുന്ന ആ ഓഫർ അങ്ങനെ കൊടുത്തിരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഇതുവരെയായിട്ട് ഒരാൾക്ക് കേട് വന്നിട്ട് അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം വന്നിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് 100% ഇല്ല. ഒരിക്കലും അവർ ഗ്യാരണ്ടി കൊടുക്കില്ല ലാഭക്കാർ. ജസ്റ്റ് നമ്മൾ ഈ ഒരു ഫോണ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഉണ്ടെങ്കിൽ എടുക്കാം. കാരണം 22,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും സ്പെസിഫിക്കേഷനുള്ള ഫോൺ കിട്ടാനുണ്ടെങ്കിൽ അടിപൊളിയാണ്. സോ പക്ഷേ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ലാവ. സോ ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സെറ്റായിരുന്നു, പക്ഷേ അത് ഞാൻ വിട്ടു, കാരണം ഭയങ്കര പ്രശ്നമാണ്. സോ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ആരായിരിക്കും, നമ്മളെ ഇത് പറഞ്ഞു, എന്താ പറയുക, റിയൽമി പറഞ്ഞു, ലാവ പറഞ്ഞു, OnePlus അത് എടുക്കാത്തതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം 55,000 രൂപ മുടക്കിയിട്ട് നിങ്ങളൊരു ഐഫോണോ 55,000 രൂപ മുടക്കിയിട്ട് നിങ്ങൾ OnePlusഓ അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും സെറ്റ് എടുക്കുന്നതിനും കാട്ടി നല്ലത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമല്ലോ. നിങ്ങൾക്ക് ഗെയിമിംഗ് പെർഫോമൻസ്, ക്യാമറ, വീഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഒരു 18,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒതുങ്ങുന്ന മൊബൈലാണ് IQOO Z6 Lite. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യാം. IQOOയുടെ മൊബൈൽ എത്ര വില കൂടിയായാലും അവർ ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ആ ഒരു വില കൽപ്പിച്ചിട്ട് തരുന്നുണ്ട് IQOO. സോ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ബ്രാൻഡ് മൊബൈലിൻ്റെ വിവോയുടെ സബ് ബ്രാൻഡാണ് IQOO. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഏറ്റവും നല്ല ടോപ്പ് ലെവലിൽ നിൽക്കും. അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും ഒരു ഷോപ്പ് കയറി പോയി കഴിഞ്ഞാൽ IQOO അല്ലാതെ വേറെ
എൻ്റെ ഫ്രണ്ടിൻ്റെ കൈമിൽ പോലും IQOO ഉള്ളത്. ജസ്റ്റ് ഒന്ന് ഗെയിം പ്ലേ കളിച്ചെന്നേ ഉള്ളൂ. എന്താ നൈസ് ഡിസ്പ്ലേ, നൈസ് ക്യാമറ, നൈറ്റ് ഗ്രാഫിക്, ഫോട്ടോസ്, സെൽഫീസ് എല്ലാം അടിപൊളിയാണ്. പിന്നെ IQOOയുടെ പുതിയത് വെർഷൻ ഇറങ്ങിയിട്ടുണ്ട്, IQOO Neon 7 Pro. സോ അത്യാവശ്യത്തിന് നല്ലൊരു മൊബൈലാണ്. കാരണം നിങ്ങൾക്ക് ഗെയിമിങ്ങിൻ്റെ സ്പെഷ്യലായിട്ട് ഗെയിമിംഗ് ചിപ്സെറ്റ് വെച്ചിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. 50 MB ക്യാമറയാണ് വരുന്നത്. സോ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു പറഞ്ഞ മൊബൈലിനെയും കാട്ടി ഞാൻ നിങ്ങൾക്ക് 100% റെക്കമെൻഡ് തരുന്ന ഒരു മൊബൈലാണ് IQOO എന്ന് പറഞ്ഞതിൻ്റെ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു IQOO യൂസ് ചെയ്ത ആരെങ്കിലും കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കാം. കാരണം IQOO എന്ന് പറഞ്ഞ ബ്രാൻഡ് മെയിനായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നത്, പല മൊബൈലുകൾ കമ്പനികളുണ്ടാവും, അവരെല്ലാം ബ്രാൻഡ് ഇമ്പ്രൂവ് ചെയ്യുന്നത് ക്യാമറ കാര്യങ്ങളാണ്. പക്ഷേ ഗെയിം എന്നത് വിട്ടുപോകും. പക്ഷേ ഈ IQOO എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞ മൊബൈൽ, ഗെയിമിംഗ് മൊബൈൽ വേണമെന്നുണ്ടെങ്കിൽ IQOOയുടെ Z6 ലൈറ്റും IQOOയുടെ Z7 ലൈറ്റിയുടെയും 18,000 രൂപയ്ക്ക് എമുലേറ്റ് ഡിസ്പ്ലേയും എല്ലാം ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും IQOOയുടെ IQOO Z6 ലൈറ്റും IQOOയുടെ IQOO Z7 ലൈറ്റും. സോ 18,000 രൂപയുള്ളൂ 128 GB മൊബൈലിന്. സോ എനിക്ക് പറഞ്ഞാൽ 100% ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. സോ IQOO കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഇതിൽ ഏത് മൊബൈലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കാണുന്നതായിരിക്കും. സോ നിങ്ങൾ യുവർ ഫ്രണ്ട് മിസ്റ്റർ നന്ദു ടെക് സൈനിങ് ഔട്ട്. ഗുഡ് ബൈ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, ക്ഷമിക്കുക. സോ ബൈ, സീ യു.